വയനാട് ദുരന്തബാധിതർക്കുള്ള കേന്ദ്രത്തിന്റെ അധിക ധനസഹായത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അധിക ധനസഹായം നൽകില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാം എന്ന പ്രതീക്ഷയിലുള്ള ഹർത്താൽ നാടകമാണ് വയനാട്ടിൽ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയെന്ന് പറയുന്നത് ശരിയല്ല. 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. മുരളീധരന്റെ പരാമർശങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വി മുരളീധരൻ മലയാളികളോട് മാപ്പ് പറയണമെന്ന് LDFും കോൺഗ്രസും ആവശ്യപ്പെട്ടു. BJPയുടെ തനി നിറം ഒരിക്കൽ കൂടി പുറത്തായെന്നായിരുന്നു ടി സിദ്ദിഖ് MLAയുടെ പ്രതികരണം. ദുരന്ത ബാധിതരെ അപമാനിക്കുന്ന നിലപാട് അനുവദിക്കാനാവില്ലെന്നും ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായതെന്നും CPM നേതാവ് CK ശശീന്ദ്രനും പറഞ്ഞു. അതേസമയം UDFും LDFും പ്രഖ്യാപിച്ച ഹർത്താലിൽ വയനാട് നിശ്ചലമാകുന്ന കാഴ്ചയാണ് കണ്ടത്. 12 മണിക്കൂർ ഹർത്താലിന്റെ ഭാഗമായി പ്രതിഷേധക്കാർ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. ഹർത്താലാണെന്നറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് അതിർത്തികളിൽ കുടുങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനോടനുബന്ധിച്ചുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചയ്ക്കെതിരെയാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെന്നത് ഉൾപ്പെടെ ഉന്നയിച്ച കേന്ദ്രത്തിനെതിരെയാണ് LDF ഹർത്താൽ.